Hello friends, today we are going to discuss mechatronics, again mechatronics. So in the yesterday's class, in the class we will discuss module 2 on module 2, right? Module 2 ആണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നതിന്റെ ബാക്കി തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So let's go. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൈഡ്രോളിക് സർക്യൂട്ട്സിനെ പറ്റിയിട്ടും ന്യൂമാറ്റിക് സർക്യൂട്ട്സിനെയും പറ്റിയിട്ടാണ് അല്ലെ. ഹൈഡ്രോളിക് സർക്യൂട്ട്സിനെ പറ്റിയിട്ടും ന്യൂമാറ്റിക് സർക്യൂട്ട്സിനെ പറ്റിയിട്ടുമാണ് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഹൈഡ്രോളിക് സർക്യൂട്ട്സിനെ വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഹൈഡ്രോളിക് സർക്യൂട്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദാറ്റ്. യെസ്റ്റർഡേ ഐ ഹാഡ് ലിസ്റ്റഡ് the components, right? നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണ് അതിൽ? ഹൈഡ്രോളിക് സർക്യൂട്ടിന്റെ കേസിൽ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഓയിൽ ആണ് അല്ലെ. സർട്ടൻ ഗ്രേഡഡ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിലാണ്. ഈ ഓയിലിലേക്ക് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നമ്മൾ ഇതിനെ ഒരു ആക്ച്വേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എനർജി പ്രൊവൈഡ് ചെയ്യണം. എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പമ്പാണ്. അതുപോലെ നമുക്ക് പ്രഷർ റിലീഫ് വാൽവ് ഉണ്ട്, പ്രഷർ റിലീഫ് സിസ്റ്റം ഉണ്ട്, പ്രഷർ റിലീഫ് വാൽവ് സിസ്റ്റം കാണും. അതുപോലെ നമുക്ക് നമ്മുടെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് DCVs ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു DCV എന്താണെന്ന്, ഡയറക്ഷൻ കൺട്രോൾ വാൽവ്. DCVയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ സാധനം, അതായത് ലീനിയർ ആക്ച്വേറ്റർ ഉണ്ട്. നമുക്ക് ലീനിയർ ആക്ച്വേറ്ററിനെ പറ്റി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ന്യൂമാറ്റിക് സർക്യൂട്ട്സ് ഞാൻ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി ഹൈഡ്രോളിക് സർക്യൂട്ട്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഹൈഡ്രോളിക് സർക്യൂട്ടിനകത്ത് വരുന്ന ഡിഫറെന്റ് കമ്പോണൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ എ സ്കീമാറ്റിക് ആൻഡ് I'll explain. So just look at the schematic. So from the schematic, what you can find? So there is a sump, right? In the bottom there is a sump. Okay, sump എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ സ്റ്റോറേജിനുള്ള ഒരു കമ്പോണന്റ് ആണ് നമ്മുടെ ഈ സമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സമ്പ് ഉണ്ട്. സമ്പിൽ നിന്ന് നമ്മൾ ഓയിലിനെ യൂസിങ് എ പമ്പ് യൂസ് ചെയ്ത് നമ്മൾ പമ്പ് ചെയ്ത് കയറ്റുന്നു. പമ്പ് യൂസ് ചെയ്ത് ആ പമ്പ് റൺ ചെയ്യാൻ വേണ്ടി നമുക്കൊരു മോട്ടർ ഉണ്ട്. ഓക്കെ, യൂസിങ് ദ പമ്പ് വി ആർ പമ്പിങ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ടു എ നോൺ റിട്ടേൺ വാൽവ്. എന്താണ് ഈ നോൺ റിട്ടേൺ വാൽവ് എന്ന് പറഞ്ഞാല്? നോൺ റിട്ടേൺ വാൽവ് എന്ന് പറഞ്ഞാല് ഫ്ലോ ഡയറക്ഷൻ യൂണി ഡയറക്ഷണൽ ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ബാക്ക് ഫ്ലോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാൽവാണ് നോൺ റിട്ടേൺ വാൽവ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ചെക്ക് വാൽവ് എന്നും വിളിക്കാറുണ്ട്. അതുപോലെ നോൺ റിട്ടേൺ വാൽവ് കഴിഞ്ഞാൽ വരുന്നത് ഒരു പ്രഷർ റിലീഫ് വാൽവ് ആണ്. പ്രഷർ റിലീഫ് വാൽവ് ഞാൻ ഇന്നലെ പ്രഷർ റിലീഫ് വാൽവിനെ പറ്റി സംസാരിച്ചായിരുന്നു. പ്രഷർ റിലീഫ് വാൽവ് എന്താണ്? പ്രഷർ റിലീഫ് വാൽവ് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു പ്രഷർ ഒരു സെറ്റ് വാല്യൂവിലാണെങ്കിൽ അതിന്റെ മുകളിലോട്ടോ താഴോട്ടോ ഉള്ള പ്രഷറിന്റെ പോക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് മേളിലോട്ടോ താഴോട്ടോ പോവാതെ ഒരു മിനിമൽ ലെവൽ അല്ലെങ്കിൽ ഒരു നമുക്ക് ഉദ്ദേശിച്ച ഒരു ലെവലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് പ്രഷർ റിലീഫ് വാൽവ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും പരിചയപ്പെടാത്ത ഒരു പുതിയ പഠനം ഇവിടെ വരികയാണ്. എന്താണത്? അതെ, അക്യുമുലേറ്റർ. വാവ്, അക്യുമുലേറ്റർ ഒരു പുതിയ സംഭവമാണല്ലോ ഈ അക്യുമുലേറ്റർ. നമുക്ക് അക്യുമുലേറ്റർ എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ ഈ അക്യുമുലേറ്റർ കഴിഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? അതെ, നമ്മൾ ഡയറക്ട്ലി ഇറ്റ് ഇസ് ടേക്കൺ ടു ദ DCVയിൽ നിന്ന് ആക്ച്വേറ്റർ. നമുക്ക് DCVയും ആക്ച്വേറ്ററും നമുക്ക് കമ്മിങ് ലെക്ചേഴ്സിൽ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ DCVയെ പറ്റിയും ആക്ച്വേറ്ററിനെ പറ്റിയും ഇവിടെ സംസാരിച്ച് കുളമാക്കുന്നില്ല. നമുക്കിനി അക്യുമുലേറ്ററിനെ പറ്റി സംസാരിക്കാം. വളരെ ബ്രീഫായിട്ട് എന്താണ് അക്യുമുലേറ്ററിനെ പറ്റി സംസാരിക്കാം. നോക്കൂ, ഇതാണ് ഒരു അക്യുമുലേറ്റർ. നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കണം. എവിടെ? നിങ്ങളുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ, FM അല്ലെങ്കിൽ MOF ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിങ്ങൾ ഈ ഒരു അക്യുമുലേറ്റർ എന്ന് പറയുന്ന ടേം
കേട്ടിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഉള്ള ഒരു ഡിവൈസ് നമ്മൾ സാധാരണ ഫ്ലൂയിഡ് സർക്യൂട്ട്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു എനർജി സ്റ്റോറേജ് ഡിവൈസ് ആണ്. അതായത് എനർജി ഫ്ലൂയിഡ് സ്റ്റോറേജ് ഡിവൈസ്, അതായത് ഫ്ലൂയിഡിനെ ഒരു പെർട്ടിക്കുലർ എനർജിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇവിടെ ഈ അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത് അതിനല്ല. നമ്മളത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് there might be certain fluctuations. എനർജി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ എനർജി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മളൊരു ലോഡിനെ നോക്കൂ, ഇതാണ് നമ്മുടെ ആക്ച്വേറ്റർ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ആക്ച്വേറ്റർ. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ആക്ച്വേറ്ററിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇന്നലെ സംസാരിച്ചായിരുന്നു. ഇതാണ് ആക്ച്വേറ്റർ എന്ന് വിചാരിക്കുക. ഇതാണ് സർക്യൂട്ട് ആണ് ടുവേർഡ്സ് ദ DCV. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ മാസ്. ഈ മാസിനെ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യണം. ഈ അക്യൂമുലേറ്റർ ഇവിടെ ഇല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഒരുപാട് നേരത്തേക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ആ ഒരു പെർട്ടിക്കുലർ ലെവലിൽ മാസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഫ്ലക്ച്വേഷൻ കാരണം, എനർജി ഫ്ലക്ച്വേഷൻ കാരണം. അപ്പോൾ ആ എനർജി ഫ്ലക്ച്വേഷനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ അക്യൂമുലേറ്റർ എന്ന് പറഞ്ഞാൽ. അക്യൂമുലേറ്റർ നമുക്ക് പഴയ കൺവെൻഷണൽ ടൈപ്പ് അക്യൂമുലേറ്റർ എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഞാൻ ഈ അക്യൂമുലേറ്ററിന്റെ പടം വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നോക്കൂ, ഇതാണ് നമ്മുടെ ആ ട്യൂബ്, അതായത് നമ്മുടെ ആ ഫ്ലൂയിഡ് സർക്യൂട്ടിന്റെ ട്യൂബ് ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആണ്. ബ്ലാഡർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു കമ്പോണന്റ് ആണ് ബ്ലാഡർ. ഈ ബ്ലാഡറിനകത്ത് ഒരു സർട്ടൺ ടൈപ്പ് ഓഫ് ഗ്യാസ് ഉണ്ട്, ഈ ബ്ലാഡറിനകത്ത്. ഇതിന്റെ ഒരു കൺവെൻഷണൽ ഫോം ഓഫ് അക്യൂമുലേറ്റർ ഞാൻ ഒന്ന് കാണിച്ചിട്ട് ഇതിന്റെ ഫംഗ്ഷൻ, ഇതിന്റെ ആ ഒരു വർക്കിംഗ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കൂ, ഇതാണ് ഇതിന്റെ ഒരു കൺവെൻഷണൽ ഫോം. ഇതൊരു പിസ്റ്റൺ ആണ്. ഇതിനാണ് കൺവെൻഷണൽ ഫോം ഓഫ് അക്യൂമുലേറ്റർ. നമ്മൾ സാധാരണ അക്യൂമുലേറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു പടമാണിത്. ഇതൊരു പിസ്റ്റൺ അല്ലെങ്കിൽ ഒരു മാസ്, അതിനെ മോളിൽ നിന്ന് ഒരു സ്പ്രിങ് വെച്ചിട്ട് നമ്മൾ അതിനെ ഹാങ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ഫ്ലൂയിഡ്, ഇത് സർക്യൂട്ട്. ഈ പിസ്റ്റണ് ഒരു സർട്ടൺ മാസ് M കാണും. ഇതാണ് ദ ഓൾഡസ്റ്റ് മോഡ് ഓഫ് അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ഫോം ഓഫ് അക്യൂമുലേറ്റർ. ഇതൊരു മോഡേൺ ടൈപ്പ് ഓഫ് അക്യൂമുലേറ്റർ അല്ലെങ്കിൽ ഗ്യാസ് അക്യൂമുലേറ്റർ എന്ന് പറയാറുണ്ട്, ബ്ലാഡർ ടൈപ്പ് അക്യൂമുലേറ്റർ എന്ന് പറയാറുണ്ട്. ഇത് പിസ്റ്റൺ ടൈപ്പ് ആണ്, ദ കൺവെൻഷണൽ ഫോം ഓഫ് അക്യൂമുലേറ്റർ. ഇതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, നോക്കൂ, ഇപ്പോ പ്രഷർ റിലീഫ് വാൽവ് ഉണ്ടെങ്കിലും ഇപ്പോ ചിലപ്പം പ്രഷർ വിൽ ബി എബവ് എ സർട്ടൺ വാല്യൂ. പ്രഷർ ഒരു ലിമിറ്റിന് കൂടുതലാവുമ്പോൾ നമുക്ക് ആ പ്രഷറിനെ ഒന്ന് നോർമലൈസ് ചെയ്യണം. ഈ പ്രഷർ കൂടുമ്പോഴാണല്ലോ എനർജി കൂടുതൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ എനർജി കുറവ് എന്ന് പറയും. അപ്പം ഈ പ്രഷർ കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴാണ് ഈ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി സെറ്റ് ചെയ്തേക്കുന്നത്. നോക്കൂ, പ്രഷർ കൂടുമ്പോൾ ഇത് വന്ന് ഇവിടെ നിറയും അല്ലെ, ഇത് വന്ന് എപ്പോഴും നിറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രഷർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു പറഞ്ഞാല്, ഈ ഗ്യാസ് ചേംബർ കണ്ടല്ലോ, ഈ ബ്ലാഡറിനകത്തുള്ള ഗ്യാസ് കുറച്ച് ഇറങ്ങി പോകും. ഇറങ്ങി പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതങ്ങ് ചുരുങ്ങും, ഇതങ്ങ് അകത്തേക്ക് ചുരുങ്ങും. ഇതകത്തേക്ക് ചുരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഇതൊന്ന് ചുരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിന് നിറയാൻ പറ്റുന്ന സ്പേസ് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി കൂടും. ഇതങ്ങനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പാൻഡ് ആവും അല്ലെ, ഫ്ലൂയിഡ് എക്സ്പാൻഡ് ആവും. ഫ്ലൂയിഡ് എക്സ്പാൻഡ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും, ഫ്ലൂയിഡ് പ്രഷർ കുറയും. എന്നാൽ നേരെ തിരിച്ച് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഫ്ലൂയിഡ് അറ്റ് ലോ പ്രഷർ ആണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡിന്റെ പ്രഷർ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രഷർ മീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ,
ഈ ബ്ലാഡറിനകത്തുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. ബ്ലാഡറിനകത്തുള്ള ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ആ ഗ്യാസ് ഓക്യുപ്പൈ ചെയ്യുന്ന ഏരിയ കൂടും. അപ്പം ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്, ഇതിനകത്തിരിക്കുന്ന ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഓക്യുപ്പൈ ചെയ്യുന്ന ഏരിയ കുറയും. അത് കംപ്രസ്ഡ് ആവും. ദെയർ ബൈ പ്രഷർ ഇൻക്രീസസ്. അങ്ങനെയാണ് അക്യുമുലേറ്ററിന് വർക്കിംഗ്. ഓക്കെ, അക്യുമുലേറ്ററിന്റെ വർക്കിംഗ്. ഇപ്പൊ നമ്മൾ ഐ ഹോപ്പ് യു ഹാവ് സീൻ ദ എയർ വെസൽ. എയർ വെസൽ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉണ്ട്. എവിടെ? അതെ, പിസ്റ്റൺ പമ്പ്സിൽ. പിസ്റ്റൺ പമ്പ്സിൽ ഈ പിസ്റ്റൺ പമ്പ്സിൽ ഈ എയർ വെസലിന്റെ ഡ്യൂട്ടി എന്താ? ഈ ഫ്ലക്ച്വേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അവിടെയും ഉള്ളത് സെയിം ഫംഗ്ഷൻ ആണ്, ഇവിടെയും ഉള്ളത് സെയിം ഫംഗ്ഷൻ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഉദ്ദേശിക്കുന്നത് അക്യുമുലേറ്ററിനെ പറ്റിയിട്ട്. Now going to the pumps, okay, the types of pumps. അപ്പൊ അക്യുമുലേറ്റർ എന്താണെന്ന് മനസ്സിലായി. നമുക്ക് പ്രഷർ റിലീഫ് വാൽവിന് ടൈപ്പ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് ഉണ്ട്, അത്രയും മനസ്സിലാക്കുക. ഇനി അടുത്ത് നമുക്ക് ന്യൂമാറ്റിക്സ് ആണ്. ഈ പമ്പുകളും കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ന്യൂമാറ്റിക്സ് ആണ്. ന്യൂമാറ്റിക്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനൊക്കെ ഓരോ ടൈപ്പ് ഓഫ് കമ്പോണൻസ്, നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ കമ്പോണൻസിനും ഓരോ സിമ്പിൾസ് ഉണ്ട്. നമുക്ക് ആ സിമ്പിൾസ് പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ സിമ്പിൾസിലേക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് ഈ പമ്പ്സ് ഡിസ്കസ് ചെയ്യാം. ഞാൻ സിമ്പിൾസിലേക്ക് പോകുന്നത് ന്യൂമാറ്റിക്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും. Now this type of pump, I hope you have seen this pump. എന്താണിത്? അതെ, ഗിയർ പമ്പാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഗിയർ പമ്പ് എന്ന് വിളിക്കുന്നത്? അതെ, നമ്മൾ 2 ഗിയർ ഇതിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ഗിയർ പമ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെന്താ വിളിക്കുന്നത്? അതെ, വെയിൻ പമ്പ്. എന്തുകൊണ്ടാണ് ഇതിനെ വെയിൻ പമ്പ് എന്ന് വിളിക്കുന്നത്? നോക്കൂ, ഈ വെയിൻസ് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ വെയിൻ പമ്പ് എന്ന് വിളിക്കുന്നത്. കണ്ടല്ലോ. ഗിയർ പമ്പിന്റെ സ്പെഷ്യാലിറ്റീസ് പറയൂ. നിങ്ങൾ ഫ്ലൂയിഡ് മെഷീനറി പഠിച്ചിട്ടുള്ളതാ. ഗിയർ പമ്പിന്റെ സ്പെഷ്യാലിറ്റീസ് പറയൂ. അതെ, ഗിയർ പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്? ഗിയർ പമ്പിന്റെ സ്പെഷ്യാലിറ്റീസ് പറയൂ. അതെ, ഗിയർ പമ്പിനകത്ത് ഒരു ഗിയർ ഡ്രൈവർ ഗിയർ ആയിരിക്കും, ഒന്ന് ഡ്രിവൺ ഗിയർ ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ഡ്രൈവർ ആയിരിക്കും, ഒന്ന് ഡ്രിവൺ ആയിരിക്കും. ഇവിടെ ഫ്ലൂയിഡ് അകത്തേക്ക് കയറുന്നു. ഈ 2 ഗിയർ മെഷ് ആവുന്ന പോർഷനിൽ എൻട്രാപ്പ് ചെയ്യപ്പെടുന്നു. ആ എൻട്രാപ്പ് ചെയ്യപ്പെട്ട് നമ്മുടെ ഗിയർ മെഷായി പോകുന്ന റീജിയനിൽ കൂടെ, വളരെ ചെറിയ റീജിയനിൽ കൂടെ നമ്മുടെ ഓയിൽ പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് കംപ്രസ്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി ലെറ്റ് ഔട്ട്. ഓക്കെ, അങ്ങനെയാണ് കംപ്രഷൻ നടക്കുന്നത്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് കംപ്രഷൻ നടക്കത്തില്ല. വളരെയധികം ലോസസ് വളരെയധികം കൂടുതലാണ്. ഇവിടെ ലോസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ലോസസ് കൂടുതലായതുകൊണ്ട് എഫിഷ്യൻസി വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരെ വെയിൻ പമ്പിലേക്ക് പോകുന്നത്. ഗിയർ പമ്പിന്റെ എക്സ്പ്ലനേഷൻ ഇത്രയും മതിയാവും. ഇനി വെയിൻ പമ്പിലേക്ക് വരുവാണെങ്കിൽ, വെയിൻ പമ്പിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വി ആർ യൂസിങ് സർട്ടൻ വെയിൻസ്. നോക്കൂ, ഇതാണ് നമ്മുടെ വെയിൻസ്. ഒരു റോട്ടറിൽ നമ്മൾ ഒരുപാടധികം വെയിൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ വെയിൻ പമ്പിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബാലൻസ്ഡ് ടൈപ്പ്, അതുപോലെ അൺബാലൻസ്ഡ് ടൈപ്പ്. ബാലൻസ്ഡ് ടൈപ്പ് ഉണ്ട്, അൺബാലൻസ്ഡ് ടൈപ്പ് ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് വെയിൻ പമ്പ്സ് ഉണ്ട്. നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാലൻസ്ഡ് ടൈപ്പും അൺബാലൻസ്ഡ് ടൈപ്പും വെയിൻ പമ്പ്സിനെ പറ്റി പഠിക്കാം. ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല ഇവിടെ. Vein pump, when compared to gear pump, is having higher efficiency because the losses are minimum. ഇവിടെ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ റോട്ടറിൽ സ്പ്രിംഗ് ലോഡഡ് വെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു വെയിൻ എടുക്കുവാണെങ്കിൽ, വേണ്ട നോക്കൂ, ഒരു വെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതിനകത്ത റോട്ടറിന്റെ പാർട്ടുമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന സ്പ്രിംഗ് വെച്ചിട്ട് ഫിക്സ് ചെയ്തേക്കുകയാണ്. അതായത് ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ ഇരിക്കുമ്പോൾ സ്പ്രിങ് എക്സ്പാൻഡഡ് ഫോർമിലാണ്. അതായത് ഈ പോർഷനിൽ ഇരിക്കുമ്പോൾ സ്പ്രിംഗ് വളരെയധികം എക്സ്പാൻഡ് ചെയ്തിരിക്കും. എന്നാൽ ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ സ്പ്രിംഗ് വല്ലാതെ കോൺട്രാക്ട് ആവും. അതായത് ചില പോർഷനിൽ എത്തുമ്പോൾ ഈ വെയിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സ്പ്രിംഗ് റോട്ടറിനകത്ത് എക്സ്പാൻഡ് ആയിരിക്കും. അല്ലാത്ത ചില പോർഷനിൽ എത്തുമ്പോൾ അത് വളരെയധികം കോൺട്രാക്ട് ആവും. അതായത് സ്പ്രിങ്ങിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ നമ്മുടെ വെയിന് പുറത്തേക്കും അകത്തേക്കും വരുന്നത്. അതാണ് വെയിൻ പമ്പിന്റെ പ്രത്യേകത. ഈ
കംപ്രഷൻ നടക്കുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഇതുവഴി കയറിയതിനു ശേഷം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഇത് നേരെ ഇങ്ങനെ പോയി ഈ ഒരു റീജിയൻ കണ്ടല്ലോ, അതായത് നമ്മുടെ കേസിംഗിന്റെ വാളും അതുപോലെ റോട്ടറിന്റെ വാളും തമ്മിൽ വളരെയധികം ചെറിയ ക്രോസ് സെക്ഷൻ വരുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ് കംപ്രസ് ആകുന്നത്. കംപ്രഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നേരെ ഡിസ്ചാർജ് പോർട്ട് വഴി ഇതിനെ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഗിയർ പമ്പിനെ പറ്റിയിട്ടും വെയിൻ പമ്പിനെ പറ്റിയിട്ടും പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു ടോപ്പിക്, നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് പമ്പാണ്. ഇതിന്റെ പേരാണ് പിസ്റ്റൺ പമ്പ്. പിസ്റ്റൺ പമ്പ് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് പമ്പാണ് പിസ്റ്റൺ പമ്പ്. പിസ്റ്റൺ പമ്പ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, റേഡിയൽ പിസ്റ്റൺ പമ്പ്. റേഡിയൽ പിസ്റ്റൺ പമ്പ്. മറ്റൊന്ന് ആക്സിയൽ പിസ്റ്റൺ പമ്പ്. റേഡിയൽ പിസ്റ്റൺ പമ്പും ആക്സിയൽ പിസ്റ്റൺ പമ്പും നമ്മൾ ഓട്ടോമേഷൻ ഫീൽഡുകളിലൊക്കെ ഒരുപാടധികം യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പമ്പ്. നമ്മുടെ ഈ ഫ്ലൂയിഡ്, നമ്മുടെ ഈ എന്താ പറയുക, ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് സർക്യൂട്ട്സിലൊക്കെ നമ്മൾ വളരെ വാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പമ്പാണ് ഈ റേഡിയൽ ആൻഡ് ആക്സിയൽ പിസ്റ്റൺ പമ്പ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ടൈപ്പ് ഓഫ് പമ്പ് ആയിരിക്കും? അതെ, ഇറ്റ്സ് ആക്സിയൽ പിസ്റ്റൺ പമ്പ്. ആക്സിയൽ പിസ്റ്റൺ പമ്പ്. റേഡിയൽ പിസ്റ്റൺ പമ്പ് ഞാൻ അടുത്ത ഫിഗർ കാണിച്ചു തരാം. രണ്ടിന്റെയും വർക്കിംഗ് ഏതാണ്ട് സെയിം തന്നെയാണ്. അതായത് ഈ ഒരു പോർഷൻ ഞാൻ മനസ്സിലാക്കി തരാം. ആദ്യം ശ്രദ്ധിച്ചിരിക്കണേ, ഈ പടം ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളേ. പിസ്റ്റൺ, നമ്മുടെ ഈ പമ്പിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റർ ആണ്. ഇതാണ് സ്റ്റേറ്റർ പോർഷൻ. അതായത് നമ്മുടെ പമ്പിന്റെ സ്റ്റേറ്റർ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്സൈഡ് കേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോർഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ റോട്ടറി പോർഷൻ ആണ്, റൊട്ടേറ്റിംഗ് പോർഷൻ ആണ്, റോട്ടർ. ഇത്രയും പോർഷൻ റോട്ടർ പോർഷൻ ആണ്. It is connected to a rotating shaft, and this is known as swash plate and shoe plate, and this is the piston. ഇതാണ് നമ്മുടെ പിസ്റ്റൺ. നോക്കൂ, ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇതിന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഇൻലെറ്റ്, ഇവിടെ എക്സിറ്റ്. ഞാൻ ജസ്റ്റ് സ്കീമാറ്റിക് ആണ് കാണിക്കുന്നത്. അതായത് ഇൻലെറ്റിൽ നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, നോക്കൂ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇതിങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റ്, അതായത് പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2 എന്ന് വിളിക്കാം. ഈ പോയിന്റ് നമ്പർ 1 എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, നോക്കൂ, ഇവിടെ പിസ്റ്റൺ പുറകോട്ട് മാറിയായിരിക്കുന്ന വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ നമ്പർ 2. അപ്പോ ഈ പൊസിഷനിൽ പിസ്റ്റൺ നിൽക്കുന്ന സമയത്ത് വെള്ളം അകത്തേക്ക് കയറുന്നു. കാരണം ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. ഇനി ഈ പിസ്റ്റൺ റൊട്ടേറ്റ് ചെയ്യും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാണ്. ഈ ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്ത് അത് ആസ് ഇറ്റ് പ്രോഗ്രസസ്, ഈ റൊട്ടേഷൻ പ്രോഗ്രസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പിസ്റ്റൺ എന്ത് ചെയ്യും, ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, വെള്ളം പുറത്തേക്ക് പോകും. ഓക്കെ, പൊസിഷൻ നമ്പർ 1 ഇരിക്കുന്ന സമയത്ത്, പൊസിഷൻ നമ്പർ 1 ഈ പിസ്റ്റൺ ഇരിക്കുന്ന സമയത്ത് പൊസിഷൻ നമ്പർ 1 ഈ പിസ്റ്റൺ ഇരിക്കുന്ന സമയത്ത് വെള്ളം അകത്തേക്ക് കയറുന്നു. പൊസിഷൻ നമ്പർ 2 ഈ പിസ്റ്റൺ എത്തുന്ന സമയത്ത് വെള്ളം പുറന്തള്ളപ്പെടുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മനസ്സിലായല്ലോ, ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായല്ലോ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് യു ഗോട്ട് ദാറ്റ്. നൗ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഡിസ്ചാർജ് കൂട്ടാനായിട്ട് വേറൊരു സൂത്രപ്പണിയും ഇവിടെയുണ്ട്. ഡിസ്ചാർജ് കൂട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്വാഷ് പ്ലേറ്റ് ഇല്ലേ, ഈ സ്വാഷ് പ്ലേറ്റ് അതിന്റെ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ കൂട്ടിയാൽ മതി. തീറ്റയെ കൂട്ടും എന്ന് സംഭവിക്കുന്നു പറഞ്ഞാൽ, നമ്മുടെ പിസ്റ്റൺ ഈ ഒരു പൊസിഷനിൽ ഇപ്പൊ ഇരിക്കുന്നത്, ഈ ഇൻക്ലിനേഷൻ കൂട്ടുകയല്ല, കുറയ്ക്കണം. ഈ തീറ്റയുടെ വാല്യൂ കുറയ്ക്കും എന്ന് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ സ്വാഷ് പ്ലേറ്റ് കൂടുതൽ ഇൻക്ലൈൻഡ് ആവും. ഈ ഡയറക്ഷനിൽ ഇൻക്ലൈൻഡ് ആവും. ഈ ഡയറക്ഷൻ ഇൻക്ലൈൻഡ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ പിസ്റ്റൺ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് മാറും.
ഈ ഒരു പൊസിഷനിലേക്ക് മാറുമ്പോൾ വെള്ളത്തിന് വന്ന് കയറാവുന്ന കപ്പാസിറ്റി കൂടും. ഇത്രയും ഡിസ്റ്റൻസ് വെള്ളത്തിന് വന്ന് കയറാം. അപ്പൊ ഡിസ്ചാർജ് കൂടിയില്ലേ? എന്നിട്ട് വെള്ളമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഓയിലാണ്. ഞാൻ അറിയാതെ വെള്ളം എന്ന് പറഞ്ഞു പോകുന്നതാണ്. ഓയിലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ പിസ്റ്റൺ അതുപോലെ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ പ്രഷറൈസേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് along with that the oil will get removed through the output port. Okay, this is what is happening in piston pump. Okay, അപ്പം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. Okay, if you have any doubts you can ask. Now this is the axial piston pump. ഇതിനെയാണ് നമ്മൾ ആക്സിയൽ പിസ്റ്റൺ പമ്പ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ വർക്കിംഗും ഏതാണ്ട് സെയിം ആണ്. നോക്കൂ, ഇതാണ് ഇൻലെറ്റ് പോർട്ട്. ഇൻലെറ്റ് പോർട്ടില് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ പടത്തിൽ കാണിച്ചിട്ടില്ല. ഇവിടെ ഇത് നമുക്ക് കുറച്ച് ബാക്കിലോട്ട് ഇരിക്കും. നമ്മുടെ പിസ്റ്റൺ കുറെ കൂടെ ബാക്കിലോട്ട് ഇരിക്കും. ഇതാണ് നമ്മുടെ പിസ്റ്റൺ അറേഞ്ച്മെന്റ്. ഉണ്ടല്ലോ, വെള്ളം ഇതുവഴിയായിരിക്കും അകത്തേക്ക് കയറുന്നത്. അതുപോലെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ സ്ഥലത്ത് എത്തുമ്പോൾ പിസ്റ്റൺ വിൽ ബി ഹാവിംഗ് ദ ടെൻഡൻസി ടു പുഷ് വാട്ടർ ഔട്ട്സൈഡ് ദ സിലിണ്ടർ. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ. ഇതാണ് ആക്സിയൽ പിസ്റ്റൺ പമ്പ്. റേഡിയൽ പിസ്റ്റൺ പമ്പ് ആക്സിയൽ പിസ്റ്റൺ പമ്പിന്റെയും വർക്കിംഗ് ഏതാണ്ട് സെയിം തന്നെയാണ്. മെയിൻലി നിങ്ങൾ ഇത് ആക്സിയൽ അല്ല, സോറി, ഇത് റേഡിയൽ പിസ്റ്റൺ പമ്പാണ്. സോറി, ഇത് റേഡിയൽ പിസ്റ്റൺ പമ്പാണ്. മറ്റേതാണ് ആക്സിയൽ പിസ്റ്റൺ പമ്പ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ആക്സിയൽ പിസ്റ്റൺ പമ്പ്. അപ്പം ഈ ഒരു പൊസിഷനിൽ വെള്ളം കയറുന്നു, ഇത് കറങ്ങി പോകുന്നു. ഇവിടെ എത്തുമ്പോൾ the oil will get removed. Not water, it's oil. Okay, if I say water by mistake, just take it as oil. Okay, so oil will get removed at the output port. Okay, and the process again continues like the initial process. This is what is happening there. ഇതാണ് അതിന്റെ വർക്കിംഗ് ഫോർമാറ്റ്. ഇതാണ് റേഡിയൽ പിസ്റ്റൺ പമ്പ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പമ്പുകളെ പറ്റിയിട്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി pneumatic circuits. Yes, see you there.